ഗൈസ്, അടുത്തൊരു എമ്പുരാൻ ക്യാരക്ടർ അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ലൂസിഫർ എന്ന സിനിമയിൽ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച പി കെ രാംദാസിനെ അവതരിപ്പിച്ച സച്ചിൻ കേഡേക്കർ എന്ന് പറയുന്ന ഒരു താരത്തിനാണ് നമ്മൾ ഇന്ന് ക്യാരക്ടർ അനാലിസിസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു മറാത്തി നടനാണ് പുള്ളി, അല്ലെ? നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു മറാത്തി നടനാണ്. അപ്പോൾ പുള്ളിയുടെ ഫിലിമോഗ്രഫി നോക്കിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി MLA, പ്രൈം മിനിസ്റ്റർ, അതുപോലെ മിനിസ്റ്റർ, ജഡ്ജി, അങ്ങനെയുള്ള ഹോം സെക്രട്ടറി, അങ്ങനെയുള്ള നിരവധി റോളുകളിൽ അങ്ങനത്തെ റോളുകളാണ് പുള്ളി കൂടുതലും അഭിനയിച്ചതായിട്ട് കാണാൻ. അതെ അതെ, പുള്ളി മലയാളത്തിൽ ആദ്യം വന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ പോലീസ് എന്ന് പറഞ്ഞ സിനിമയാണ്. പൃഥ്വിരാജും ഇന്ദ്രജിത്തും കൂടി അഭിനയിച്ച ഒരു സിനിമയിലാണ് പുള്ളി ആദ്യമായിട്ട് മലയാള സിനിമയിൽ വന്നത്. പക്ഷെ അതിനു മുമ്പ് നിരവധി മലയാള സിനിമകൾ, ടെലിവിഷൻ സീരീസുകൾ, മറാത്തി സിനിമകൾ അങ്ങനെ നിരവധി ചെയ്തിട്ടുണ്ട്. തമിഴ് സിനിമയിൽ അഗ്നിപത്ത് ഒരു ഹിന്ദിയിലെ കണ്ടതായിട്ട് മറാഠി ഒരുപാട് ലാംഗ്വേജിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ പുള്ളിയുടെ കുറച്ച് ഭാഗമായിട്ട് ലൂസിഫറിൽ കാണിക്കുന്നുള്ളൂ. പിന്നെ പുള്ളി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് ലൂസിഫറിൽ കാണിക്കുന്നത്. നടന്റെ ഒരു ഫിലിമോഗ്രഫിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമോഗ്രഫിയാണ്. കാരണം പുള്ളി ഹിന്ദി നാടകങ്ങളിൽ നിന്നാണ് പുള്ളിയുടെ തുടക്കം. കലാരംഗത്തേക്കുള്ള വരവ് എന്ന് പറയുന്നത് ഹിന്ദി നാടകങ്ങളിലൂടെയായിരുന്നു. പിന്നെ പുള്ളിയുടെ ജന്മനാടായ മുംബൈയിൽ എത്തി. പുള്ളിന്റെ ഏറ്റവും മികച്ച അസോസിയേഷൻ എന്ന് പറയുന്നത് മറാഠി സിനിമാ സംവിധായകനും നടനും ഒക്കെ ആയ മഹേഷ് മഞ്ജരേക്കർ എന്നുള്ള ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകനുണ്ട്. പുള്ളി സഞ്ജീതത്തിനെ വെച്ചൊക്കെ കുറെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ ഉള്ള അസോസിയേഷൻ ആയിരുന്നു പുള്ളിക്ക് വഴിത്തിരിവായത് സച്ചിൻ കേഡേക്കർക്ക്. അവിടെ നിന്ന് തുടങ്ങി മറാഠി സിനിമകളിൽ നിന്ന് തുടങ്ങി. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിനിമ പ്രവർത്തകനായ ശ്യാം ബെനഗലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സുഭാഷ് ചന്ദ്രബോസ് ദി ഫോർഗോട്ടൻ ഹീറോ എന്നുള്ള സിനിമയിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ റോൾ ചെയ്തതോടെ പുള്ളിക്ക് ആഗോള ലബ്ധി തന്നെ പുള്ളിക്ക് കിട്ടുകയുണ്ടായി. പിന്നെ അതിനുശേഷമാണ് പുള്ളി തെലുങ്ക് സിനിമകളിലും തമിഴ് മുൻനിര സിനിമകളിലും മസാല ചിത്രങ്ങളിലൊക്കെ മുഖം കാണിക്കാൻ തുടങ്ങി. പുള്ളി ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് പുള്ളി വന്ന വഴി മറക്കാതെ പുള്ളി ഒരു കൊമേഴ്ഷ്യൽ സ്പേസിൽ അഭിനയിക്കുമ്പോഴും തന്റെ ഏറ്റവും ക്രിയേറ്റീവ് സ്പേസായ, തന്റെ ഏറ്റവും സ്ട്രോങ് സ്പേസായ നാടകങ്ങളിലും പിന്നെ ഏറ്റവും കലാമൂല്യമുള്ള സിനിമകളിലും അഭിനയിച്ചു തുടർന്നു എന്നുള്ളതാണ്. പല സംവിധായകരെയും പോലെ അവരും മസാല സിനിമകളെടുക്കും, ആ ഒരു സ്ട്രെങ്ത്തിൽ നിന്ന് ആ ഒരു ക്രിയേറ്റീവ് ബാക്കിയുള്ള സിനിമകളും ചെയ്യും. സച്ചിൻ കേഡേക്കർ, അതായത് നമ്മുടെ ലൂസിഫറിലെ പി കെ രാംദാസ്, പി കെ ആർ എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത്. തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞാൽ വളരെ കുറച്ച് സ്ക്രീൻ സ്പേസ് ആൾക്ക് അദ്ദേഹത്തിന് ലൂസിഫറിൽ കിട്ടിയിരുന്നെങ്കിലും അത് ഈ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് അത്. കാരണം അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ചാണ് ആ സിനിമ തുടങ്ങുന്നത്. പുള്ളിയാണ് കഥയിലെ മെയിൻ കഥാപാത്രം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ലാലേട്ടന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രങ്ങളിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതെല്ലാം അദ്ദേഹത്തിലൂടെയാണ്. അപ്പൊ സ്റ്റീഫൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ചെറുപ്പത്തിലെ എവിടുന്നോ കൊണ്ടുവന്ന് തന്റെ കൂടെ വളർത്തി ഒരു രാഷ്ട്രീയക്കാരനാക്കി എടുത്തത് ഈ പറയുന്ന പി കെ ആർ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. അപ്പൊ സ്റ്റീഫൻ എന്നതിലുപരി എനിക്ക് തോന്നുന്നു അദ്ദേഹം മഞ്ജു വാര്യരോട് അതിൽ പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആരും കൂടെ ഇല്ല എന്ന് തോന്നുമ്പോൾ നീ സ്റ്റീഫനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്റ്റീഫൻ എന്നതിന്റെ പിന്നാമ്പുറത്ത് അല്ലെങ്കിൽ അദ്ദേഹം 26 വർഷം എവിടെയായിരുന്നു എന്ന് ഫാസിൽ സാർ ചോദിക്കുന്ന സമയത്ത് ഒരു ഉത്തരം ഇല്ല. അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്. ആ ഉത്തരം ചിലപ്പോൾ ലാലേട്ടനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അറിയായിരിക്കും, പി കെ ആറിനും കൂടി അറിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത് നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നിനക്ക് ധൈര്യമായിട്ട് സ്റ്റീഫനെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റീഫൻ ആൽസോ നോൺ ആസ് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ലീഡ് തീർച്ചയായിട്ടും പി കെ ആറിനും പറയാനുണ്ടാവും. കാരണം ഒരു പാർട്ടി പ്രതിസന്ധിയിലാകുന്ന ഘട്ടത്തിലാണ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഈ പൊളിറ്റിക്സിലേക്ക് പി കെ രാംദാസ് അവതരിപ്പിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ ബാക്കിയുള്ള പ്രവർത്തകരും നേതാക്കളൊക്കെ നല്ലൊരു കറ കളഞ്ഞ ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടാണ് അദ്ദേഹം അതിൽ അവതരിച്ചിരിക്കുന്നത്. അപ്പൊ സ്വന്തം പാർട്ടി ഒരു ലോസിലോട്ട് അല്ലെങ്കിൽ വേറൊരു ഫേസിലോട്ട് കടക്കുന്നു എന്ന് കാണുമ്പോൾ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആളുടെ ഒരു വെപ്പൺ അല്ലെങ്കിൽ ഷീൽഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നു സ്റ്റീഫനെ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ആൾക്ക് അറിയുന്നുണ്ട് എന്റെ ഇത് തീരാറായി, ഇനി ഈ പാർട്ടിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സ്റ്റീഫൻ ലാലേട്ടന്റെ ക്യാരക്ടർ വരണം. ഖുറേഷിയായിട്ട് വന്നത് ശരിയാവില്ല. അതുകൊണ്ട് പുതിയൊരു രൂപം, പുതിയൊരു മാസ്ക് കൊടുത്തതായിരിക്കണം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യനെ ഇറക്കിയത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കഥകൾ നമുക്ക് തീർച്ചയായിട്ടും എമ്പുരാനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. സ്റ്റീഫൻ എങ്ങനെ ഖുറേഷി എങ്ങനെ തിരിച്ച് സ്റ്റീഫൻ എന്ന് പറയുന്ന പൊളിറ്റീഷ്യനായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ കഥ പറയുന്നതിൽ തീർച്ചയായിട്ടും പി കെ ആറിന് നല്ലൊരു റോൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, കണ്ടറിയാം.